ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണിത്. ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ ആ അതേ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ഞാൻ ആ ഇറക്കത്തിലൂടെ പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു സെക്യൂരിറ്റി വന്ന് അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ടൊന്നും വരരുത് എന്ന് പറഞ്ഞു. ബസ് കയറിയപ്പോൾ അറിയുന്നത് ലേഡീസിന് അവിടെ ഫ്രീ ട്രെയിൻ യാത്ര ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ചധികം പ്ലാൻ ചെയ്യണം. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു വിൻഡോ ഏരിയ കുറച്ചും കൂടെ കൂടുതലാണ്, കുറച്ചും കൂടി കുറച്ചധികം സ്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഇത് പോകുന്ന വഴിക്ക് നിർത്തുന്നത് കെട്ടി ലൗഡേൽ ഗ്യാപ്പ് ഉള്ളത്, മീൻസ് ബ്രെഡ് വീതിയുള്ളത്. ഇത് നമുക്ക് 2.5 മണിക്കൂർ എടുത്തുള്ളൂ മേട്ടുപ്പാളയം. മലകളുടെ രാജകുമാരി ഉദകമണ്ഡലം എന്ന ഊട്ടി. എൻ്റെ പേര് നവ്യക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വട്ടത്തെയും പോലത്തെ ഒരു ഊട്ടി യാത്രയല്ലത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത വഴിയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഊട്ടി പോകുന്ന ഒന്നെങ്കിൽ നിലമ്പൂർ നാടുകാണി വഴി പോകാറുണ്ട്, അല്ലെങ്കിൽ മസിനഗുഡി വഴി ഊട്ടി പോകാറുണ്ട്. പക്ഷേ പാലക്കാട്ടുകാരും എസ്പെഷ്യലി മണ്ണാർക്കാട്ടുകാരും ഒക്കെ ഊട്ടി പോകുന്നത് അഗളി, അട്ടപ്പാടി, ആനക്കട്ടി വഴി ഊട്ടിയിലേക്കാണ്. നമ്മളും പോകുന്നത് അതേ വഴിക്കാണ്. മണ്ണാർക്കാട് മുതൽ അഗളി വരെ, കുറച്ചുകൂടെ പറഞ്ഞ ആനക്കട്ടി വരെ റോഡ് കുറച്ച് മോശമാണ്. പക്ഷെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോകുന്ന സമയത്ത് നമ്മളത് അത്ര കാര്യമാക്കുന്നുമില്ല കേട്ടോ. നല്ല കാഴ്ച, സൈലന്റ് വാലിക്ക് പോകുന്ന റോഡായതുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂസാണ് അപ്പുറത്തും ഇപ്പുറത്തും കിട്ടുന്നത്. മണ്ണാർക്കാട് നിന്ന് മേട്ടുപ്പാളത്തേക്ക് ഏകദേശം 2.5 മണിക്കൂർ കൂടുതലുണ്ട്. ഇതേ വഴിക്കാണ് നമ്മൾ സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്കും പോകുന്നത്. 1984 സൈലന്റ് വാലി ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. സൈലന്റ് വാലി ഒരു എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ആണ്. നമ്മൾ അഗളി എത്തിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് റോഡ് കാണാം. ഈ റോഡിലൂടെയാണ് സൈലന്റ് വാലിക്ക് നമ്മൾ പോകുന്നത്. റോഡ് പല സ്ഥലത്തും മോശമാണ്, പക്ഷെ അതിന് ആനക്കട്ടി എത്തിക്കഴിഞ്ഞാൽ നല്ല റോഡ് വരും. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റോഡാണ് തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ. പിന്നെ അട്ടപ്പാടി എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രധാന ഒരു സാധനമുണ്ട്, ഈ കാണുന്ന വിൻമില്ലുകൾ. നമ്മൾ അയ്യപ്പനും കോശിയും സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പല ഷോർട്സും കണ്ടിട്ടുണ്ട് ഈ വിൻമില്ല് ഉൾപ്പെടുത്തിയിട്ടുള്ള. ആനക്കട്ടിയിൽ നിന്ന് വരുന്ന KSRTC ബസ്സാട്ടോ അത്. ഇവിടെ അഗളി ഗൂളിക്കടവ് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു കാർഷിക വിജ്ഞാന വ്യാപന പരിശീലന കേന്ദ്രമുണ്ട്. ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിലും പോകുന്നുണ്ട്, KSRTC ബസ്സിലും പോകുന്നുണ്ട്, അതേപോലെ ട്രെയിനിലും പോകുന്നുണ്ട്. മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെ 11:50 KSRTC ബസ് നമ്മൾ സൈറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരാൾക്ക് ടിക്കറ്റിന് റേറ്റ് വരുന്നത് 58 രൂപയാണ്. ആനക്കട്ടി ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റാണ്, പിന്നെ ഫുള്ള് തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടന്നു. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ അതേപോലെ നല്ല റോഡാണ്. റോഡിൽ കുറച്ച് ചളിയും ചാണകമൊക്കെ കാണും, പക്ഷെ റോഡ് നല്ലതാണ്. നമ്മൾ ഡയറക്റ്റ് ഊട്ടിക്കല്ല പോകുന്നത്. ഊട്ടിക്കാണെങ്കിൽ നമ്മൾ നേരെ പോകും. മേട്ടുപ്പാളത്തോട്ട് നമ്മൾ ലെഫ്റ്റ് അടിച്ചിട്ടാണ് പോകുന്നത്. നേരെ കോയമ്പത്തൂരേക്കുള്ള റോഡാണ് കേട്ടോ. ഇനി ഫുള്ള് ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള റോഡാണ്, പക്ഷേ റോഡുകളൊക്കെ വളരെ നല്ല റോഡാണ്. റബ്ബറൈസ്ഡ് റോഡാണ്. ഒരു കുണ്ടോ കുഴിയോ ഒന്നും കാണാനില്ല. നമുക്ക് നല്ല സ്പീഡിൽ ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാം മേട്ടുപ്പാളയം വരെ. വെൽക്കം ടു തമിഴ്നാട് സ്റ്റേറ്റ് എന്നുള്ള ബോർഡൊക്കെ കണ്ടു. അങ്ങനെ മേട്ടുപ്പാളയം ഞങ്ങൾ എവിടെ വെക്കാൻ ആലോചിക്കുന്ന സമയത്ത് തിരിച്ചു വരുന്നത് ഞങ്ങൾ ട്രെയിനിലാണല്ലോ മേട്ടുപ്പാളയം. അപ്പോൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കാർ വെച്ചു. അതിന് റേറ്റ് വന്നത് 12 മണിക്കൂറിലേക്ക് 120 രൂപയാണ് വന്നത്. അപ്പം 2 ദിവസം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അപ്പോൾ 450 രൂപയാണ് അവർ മേടിച്ചത്. അതേപോലെ ഇവിടെ കണ്ടൊരു കാഴ്ചയുണ്ട്, ഒരു മുട്ട പപ്സിനകത്ത് ഒരു ഫുൾ മുട്ടയുണ്ട്. 25 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡ് എടുത്ത് തന്നെ ചായയും കുടിച്ചു, ഒരു മുട്ട പപ്സും കഴിച്ചു. പിന്നെ മേട്ടുപ്പാളയം സ്റ്റാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയില്ല, ഭയങ്കര തിരക്കുമാണ്. മാത്രമല്ലൊരു ബാത്റൂം കണ്ടില്ല. അതുകൊണ്ട് തൊട്ടപ്പുറത്തുള്ളൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ എന്തോ ടാക്സിൻ്റെ രജിസ്ട്രേഷൻ്റെ ഒരു സ്ഥാപനത്തിൽ പോയിട്ടാണ് നമ്മൾ കാര്യം സാധിച്ചത്. ഒരു 12:15 ആയ സമയത്തേക്ക് KSRTC വന്നു. KSRTC കയറിയിരുന്നു നമ്മൾ. ഈ സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും അതുപോലെ അതിനിടയ്ക്ക് 2 വീലറുകാരും എല്ലാവരും കൂടെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയിൽ നിന്ന് പുറത്തു പോകാനായിട്ട്. അപ്പോൾ അവിടെ ഒരു 10 മിനിറ്റ് നമ്മൾ പെട്ടു. പിന്നെ ബസ് മെല്ലെ യാത്ര തുടങ്ങി. ഒരു 12:30
11:50 വരേണ്ട ബസ് ഒരു 12:15 കേട്ടാണ് വന്നത്. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പോകുന്ന വഴിക്ക് അന്നപൂർണ്ണ ഒരു ഹോട്ടലിൽ, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് പിന്നെ ആ സമയത്ത് നിർത്തിയ സമയത്ത് കഴിച്ചില്ല. ഈ KSRTC ബസ്സിൽ ഒരാൾക്ക് മേട്ടുപ്പാളയത്തു നിന്നും ഊട്ടിയിലേക്ക് ചാർജ് വരുന്നത് 58 രൂപയാണ്. ഇത് സുൽത്താൻ ബത്തേരി ഡിപ്പോൻ്റെ ബസ്സാണ്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മേട്ടുപ്പാളയം വന്ന് ഊട്ടി വന്ന് ഗൂഡല്ലൂർ വഴി സുൽത്താൻ ബത്തേരിക്ക് പോകും. അതാണ് ഇതിൻ്റെ റൂട്ട്. നമ്മൾ ട്രെയിനിൻ്റെ റെയിലാട്ടോ കാണുന്നത്, ട്രെയിൻ വരുന്ന ട്രാക്കാണ് കാണുന്നത്. ശരിക്കും നമ്മൾ മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്ക് മറ്റേ ട്രെയിനിൽ പോകുന്ന സമയത്ത് 5.5 മണിക്കൂർ എടുക്കും. കാരണം അത് മുകളിലേക്ക് കയറുവാണ്. ബസ്സിലാകുമ്പോൾ ഒരു 2.5 മണിക്കൂർ എടുക്കുള്ളൂ. ഒരു 2:30 കഴിഞ്ഞപ്പോഴത്തേക്ക് 2:45 ആയപ്പോഴത്തേക്ക് നമ്മൾ ഊട്ടി സ്റ്റാൻഡിൽ ഇറങ്ങി. നമ്മൾ റൂം എടുത്തത് ഹോസ്പിറ്റൽ റോഡിലുള്ള ഒരു വേണൂസ് വേണൂസ് ഓർ വീനസ് എന്താണെന്നറിയില്ല, ഒരു ഹോളിഡേ സ്റ്റേയിലാണ് നമ്മൾ റൂം എടുത്തത്. 2 ദിവസത്തേക്ക് 2,500 രൂപയുടെ അടുത്താണ് റേറ്റ് വന്നത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നാമത് നമുക്ക് ടൗണിൻ്റെ ഒരു 1 കിലോമീറ്ററിനുള്ളിലാണ് ഈ സംഭവം വരുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാനൊക്കെ എല്ലായിടത്തും എളുപ്പമാണ്. ഇതാണ് റൂം, ഈ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. വീനസ് ഓർ വേണൂസ് കോട്ടേജ്, ഊട്ടി ഹോസ്പിറ്റൽ റോഡിലാണ് വരുന്നത്. ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ ബസ് സ്റ്റാൻഡിൽ നിന്ന്. പിന്നെ നമ്മൾ ബാഗ് വെച്ച് വൈകിട്ടായപ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഊട്ടി ബോട്ട് ഹൗസിൽ പോയി. അത് എൻട്രി ഫീസ് 40 രൂപയാണ്. അത് നമുക്ക് ജസ്റ്റ് അകത്തോട്ട് കടക്കാൻ വേണ്ടി മാത്രം. പിന്നെ ബോട്ടിങ്ങിന് പല ബോട്ടിംഗ് ഉണ്ട്, മറ്റേ 2 പെഡൽ 4 പെഡൽ എന്നൊക്കെ ഉണ്ട്. നമ്മൾ 2 പേരുണ്ട്, 2 പെഡൽ എടുത്ത് 350 രൂപയാണ് ആയത്. അത് അരമണിക്കൂറോ അല്ല 3/4 മണിക്കൂറോ അരമണിക്കൂറോ എന്താണ് അതിന് ടൈം വരുന്നത്. അങ്ങനെ ബോട്ടിങ് ഒരു 3/4 മണിക്കൂർ ബോട്ടിങ് നടത്തി. പക്ഷെ നൈസായിരുന്നു കേട്ടോ ബോട്ടിങ്. എനിക്ക് പൊതുവേ വെള്ളത്തിലൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ബോട്ടിങ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയി തോന്നി. ലൈഫ് ജാക്കറ്റൊക്കെ അവർ തന്നു, സെറ്റായി. പിന്നെ 3/4 മണിക്കൂർ ഉള്ള വെള്ളത്തിലായിരുന്നു. അതിനുള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലത്തെ ചെറിയ ട്രെയിനുകൾ, അതേപോലെ ഇതേപോലത്തെ ഈ ഇടിച്ചിട്ടുള്ള നമ്മുടെ അങ്ങനത്തെ സാധനങ്ങൾ, ഇതേപോലത്തെ റൈഡുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു ചെറിയ പാർക്ക് പോലെ, അതിൽ ഇതേപോലത്തെ ഒരു മിനി ടോയ് ട്രെയിൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഹോഴ്സ് റൈഡിങ്, അതിൻ്റെ റേറ്റാണത് റൗണ്ടിന് 250 രൂപ. കുതിരേനും കാണാം അവിടെ. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ റൂമിലെത്തി, ഗില്ലി സിനിമയൊക്കെ കണ്ട് കിടന്നു. പിറ്റേന്ന് രാവിലെ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാമെന്ന് ആലോചിച്ചു. അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്നു. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടു, ഹോട്ടൽ രുചിഭവൻ. നല്ല ഫുഡാണ് അവിടുത്തെ. റേറ്റും സാധാരണ റേറ്റാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓട്ടോയ്ക്ക് മിനിമം ചാർജ് 100 പക്ഷേ കുറച്ചങ്ങ് ഒരിത്തിരി 100, പിന്നെ 250 വിട്ട് കളയില്ല അവർക്ക്. ഒന്നെങ്കിൽ ചെറിയ ദൂരമാണെങ്കിൽ 100, പിന്നെ 250. ഇവിടുത്തെ ഇലകളൊക്കെ ശരിക്കും ഒരു പ്ലാസ്റ്റിക് നേച്ചറാട്ടോ, ഫുള്ളൊരു പക്ക പ്ലാസ്റ്റിക് ലുക്കാണ്. തണുത്തിട്ട് അതിൻ്റെ ഓരോ നേച്ചർ മാറുന്ന ഇലേൻ്റെ. ഇതിൻ്റെ ഇവിടുത്തെ കൺസ്ട്രക്ഷനും ബിൽഡിങ്ങും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഞങ്ങൾ രുചിഭവനിൽ ഫുഡ് അടിക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് ഫുഡ് അടിച്ചു. നല്ല ഫുഡായിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, വടയൊക്കെ. അത്യാവശ്യം റേറ്റും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല ചായയും വടയൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടുന്ന് കഴിക്കാൻ നോക്കുക. നല്ല നീറ്റുമാണ്, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. എത്ര പേര് വന്നാലും റഷ് ഉണ്ടാവില്ല. പിന്നെ നേരെ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നടന്നു. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. അത് ഇച്ചിരി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് അതിനുള്ളിൽ. എവിടെ നോക്കിയാലും നല്ല ഫ്രെയിംസാണ്. നമുക്ക്
നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാം. നല്ല അടിപൊളി ലൈറ്റിങ്ങുമാണ് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ നടന്നു. ഭയങ്കര പൂക്കളെ കണ്ടു, നല്ല ഭംഗിയെ കാണാൻ. ഊട്ടിയിൽ ഒരുപാട് ഇൻ്റർനാഷണൽ സ്കൂളുകളുണ്ട്. അപ്പോൾ ഫുള്ള് നമ്മൾ പുറം രാജ്യത്ത് ഉള്ള പിള്ളേരെ കുറേ കണ്ടു. അപ്പം കുറേ നേപ്പാളാണോ അറിയില്ല, പിന്നെ കുറേ ആഫ്രിക്കക്കാരെ കണ്ടു. കുറേ അധികം പുറമേ രാജ്യത്തുള്ള പിള്ളേർ ഇതിൽ കൂടെ യൂണിഫോം ഇട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചറിൻ്റെ റെസിഡൻസ് ആട്ടോ. അത് പക്ക ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ടൈപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ ഈ ഒരു ബിൽഡിംഗ്, ഈ ഒരു വീട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്ന നോക്കിയ സമയത്ത് ഇത് ഓട്ടോൻ്റെ റേറ്റ് ആണ്. എങ്ങോട്ട് പോകുന്ന ഓട്ടോൻ്റെ റേറ്റ് അത് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ പോയത് മറ്റേ ഏൽഖിൽ മുരുകൻ ടെമ്പിൾ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമാണ്, പക്ഷേ കുറച്ച് കയറ്റുള്ളതുകൊണ്ട് 250 രൂപ എന്തായാലും മേടിക്കും. നടന്നു പോകാനാണെങ്കിൽ പോവായിരുന്നു, പക്ഷേ അത്യാവശ്യം ഇച്ചിരി ദൂരമുള്ളതുകൊണ്ട് നടക്കാന്നുകൊണ്ട് ഞങ്ങൾ ഓട്ടോയ്ക്ക് തന്നെ പോയി. കുഴപ്പമില്ലാത്തൊരു സ്പോട്ടാണ്. അതൊരു അമ്പലമാണത്. നമ്മൾ ഈ മലേഷ്യയിൽ കണ്ടില്ലേ മുരുകൻ്റെ പ്രതിമ, അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ. ഇതുപോലെ ഒരു റീല് കണ്ടിട്ട് പോയതാണ് ഞാൻ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ വേറെ 2-3 സ്ഥലമൊക്കെ പോയിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ പോകാം അവിടെ. പിന്നെ അവിടുന്ന് പ്രസാദവും കിട്ടി. അവിടെ എപ്പോൾ പോയാലും ഉണ്ട്. എപ്പോൾ പോയാലും അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ ആളുകളുണ്ടാവും. അടച്ചിടുന്ന പ്രശ്നമൊന്നുമില്ല. ഇതാണ് അവിടുന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് നമ്മളെ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ബസ് കിട്ടി. ഊട്ടി സ്റ്റാൻഡിലോട്ടുള്ള ബസ് കയറിയപ്പോൾ അറിയുന്നത് ലേഡീസിന് അവിടെ ഫ്രീ ആണ്, ചാർജ് ഇല്ല എന്നുള്ളത്. പിന്നെ നേരെ ഹോട്ടലിൽ പോയി ബാഗൊക്കെ എടുത്ത് ഊട്ടി സ്റ്റേഷനിലേക്ക് നടന്നു. ഊട്ടി സ്റ്റേഷൻ്റെ എന്താ പറയുക, നവീകരണം നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഫുള്ള് പണിയായിരുന്നു. മേട്ടുപ്പാളത്ത് നിന്നും ഊട്ടിയിലേക്ക് രാവിലെ 7 മണിക്കും ഊട്ടിയിൽ നിന്ന് തിരിച്ച് മേട്ടുപ്പാളത്തോട്ട് ഉച്ചയ്ക്ക് 2 മണിക്കുമാണ് ട്രെയിന്. ഇതൊക്കെയാണ് നമ്മുടെ ട്രെയിൻ ലിസ്റ്റ്. ഏതൊക്കെയാണ് സമയം എന്നുള്ള ലിസ്റ്റൊക്കെ ഇതിലുണ്ട്. നിങ്ങൾ വേണം സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ പോസ് ചെയ്തിട്ടോ ഒന്ന് വായിച്ച് നോക്കുക. ഊട്ടിയിൽ നിന്ന് കൂനൂരേക്ക് ഡെയിലി ഒരു 4-5 സർവീസുകളുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നുള്ളൊരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയം വരെ തന്നെ യാത്ര ചെയ്യണം. എങ്കിലാണ് നമുക്ക് ഊട്ടിയിൽ നിന്ന് കൂനൂർ വരെ സാധാരണ നമ്മൾ ഡീസൽ ലോക്കോമോട്ടീവ് എഞ്ചിനാണ് ഓടിക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റീം എഞ്ചിൻ ആ മറ്റേ കാടിനുള്ളിൽ കൂടെ പോകുന്നൊരു ശരിക്കൊരു ഒരു എന്താ പറയുക, ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേട്ടുപ്പാളയം വരെ തന്നെ യാത്ര ചെയ്യണം. കാരണം കൂനൂരിൽ നിന്നാണ് നമ്മുടെ ഈ ഡീസൽ എഞ്ചിൻ മാറ്റിയിട്ട് സ്റ്റീം എഞ്ചിൻ എടുത്തിടുന്നത്. 2 മണിക്കിന് ട്രെയിൻ വന്നു, പുറപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് എങ്ങനെ, നമുക്ക് ശരിക്കും നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു അറ്റ്ലീസ്റ്റ് 1 മാസം മുന്നെങ്കിൽ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യണം. നമ്മൾ IRCTC സാധാരണ നമ്മൾ ഇന്ത്യൻ റെയിൽവേൻ്റെ ആപ്പ് വഴി തന്നെയാണ് ബുക്ക് ചെയ്യുന്നത്. ഉദഗമണ്ഡലം എന്നാണ് കോഡ് വരുന്നത്, മറ്റേത് മേട്ടുപ്പാളയം എന്നാണ് കോഡ് വരുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയ സമയത്ത് 1 മാസം മുന്നേ നോക്കിയ സമയത്ത് സാധാരണ സീറ്റ് അതായത് 290 രൂപയുടെ സീറ്റിന് ഒക്കെ എല്ലാം ബുക്കിംഗ് ആയിരുന്നു. പിന്നുള്ളത് കുറച്ച് പ്രീമിയം ക്ലാസ്സാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ചും കൂടെ ഒന്ന് വിശാലമായി ഇരിക്കാം, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഗ്ലാസ് ഏരിയയും കൂടും. മറ്റേത് അത്ര ഗ്ലാസ് ഏരിയ ഉണ്ടാവില്ല, ഇത് നല്ല ഗ്ലാസ് ഏരിയ ആയിരിക്കും. ഇത് 600 രൂപയാണ് വരുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഇനി അടുത്തൊന്നും അങ്ങോട്ട് പോകില്ല എന്നുള്ളതുകൊണ്ട് തന്നെ 600 രൂപ എടുത്തിട്ട് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്താണ്. ഭാഗ്യത്തിന് 2 പേർക്കും 2 വിൻഡോ സൈഡ് തന്നെ കിട്ടി.
ലൗഡേൽ, അതുപോലെ കെട്ടി, അരവൺകാട്, അങ്ങനെ 4-5 സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ കൂനൂർ വരെ ഇത് ഡീസൽ ലോക്കോമോട്ടീവാണ് ട്രെയിൻ ഇട്ടിരിക്കുന്നത്. കൂനൂരിൽ നിന്ന് ഡീസൽ ലോക്കോമോട്ടീവ് മാറ്റിയിട്ട് സ്റ്റീം എഞ്ചിൻ ഘടിപ്പിക്കും. സ്റ്റീം എഞ്ചിന് ആദ്യം പണ്ട് കാലത്ത് കൽക്കരി ഉപയോഗിച്ചത്. ഇപ്പം അത് എന്താ പറയുക, ഫർണസ് ഓയിലും അതേപോലെ തന്നെ ഡീസലും ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ചധികം പ്ലാൻ ചെയ്യണം. കാരണം 1, 2, 3 ആഴ്ച മുന്നേ ടിക്കറ്റ് നോക്കിയാൽ പോലും കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. കാരണം അവിടുന്ന് ആകെ ഒരു 10, 15, 20 ടിക്കറ്റ് എന്തോ സ്റ്റേഷനിൽ കൊടുക്കുള്ളൂ. പക്ഷെ അതെല്ലാം ടൂറിസ്റ്റുകാർ വന്നിട്ട് നമുക്കതൊന്നും കിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. എന്തായാലും ഓൺലൈനിൽ IRCTCയുടെ സൈറ്റ് വഴി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് മാത്രം പോയാൽ മതി. അങ്ങനെ പോകുന്ന സമയത്ത് റേറ്റ് വരുന്നത് 270 രൂപയാണ് സാധാ ക്ലാസ്സിന് വരുന്നത്. പിന്നെ കുറച്ചൊരു പ്രീമിയം ക്ലാസ്സിന് വരുന്നത് 600 രൂപയാണ്. ഞങ്ങൾ നോക്കിയ സമയത്ത്, ഞാൻ 1 മാസം മുന്നേ നോക്കി, അപ്പം തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു സാധാരണ, അതായത് 270 രൂപ ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ 600 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത്. 600 രൂപ ടിക്കറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു വിൻഡോ ഏരിയ കുറച്ചും കൂടെ കൂടുതലാണ്, കുറച്ചും കൂടെ വിസിബിലിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അടുത്തൊന്നും പോകാൻ പോകുന്നില്ല. അപ്പം എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത്, സീറ്റും കാര്യങ്ങളൊക്കെ സെയിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. മറ്റതിൽ 5 പേര് ഇരിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഒരു സീറ്റിൽ ഒരു ബെഞ്ച് സീറ്റാണ്, അതിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ റിലാക്സ് ചെയ്തിരിക്കാം. കുറച്ചും കൂടെ വ്യൂവും കൂടുതലാണ് പുറത്തേക്കുള്ള. അപ്പം എന്തായാലും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു 10-300 രൂപ കൂടിയാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് 600 രൂപയുടെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. 2005 യുനെസ്കോ അംഗീകാരം കിട്ടിയ ഒരു റെയിൽവേ സർവീസാണ് ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ. ലൈഫിൽ ഒരു വട്ടെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ട ഒരു ട്രെയിൻ യാത്ര തന്നെയാണ് കേട്ടോ അത്. അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതാണ് കൂനൂർ സ്റ്റേഷൻ. കൂനൂർ സ്റ്റേഷൻ എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡീസൽ ലോക്കോമോട്ടീവ് മാറ്റിയിട്ട് സ്റ്റീം എഞ്ചിൻ എടുത്തിടുന്നത്. ആദ്യം നേരെ പോയിട്ട് പിന്നെ ബാക്കോട്ട് തള്ളിയിട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മൾ വേറെ ട്രാക്ക് കൂടെ കയറിയിട്ട് പിന്നോട്ട് തള്ളിയിട്ടാണ് എന്താ പറയുക പ്ലാറ്റ്ഫോമിലേക്ക് അടുപ്പിക്കുന്നത്. ഒട്ടനവധി പ്രത്യേകതയുള്ളൊരു ട്രെയിൻ സർവീസാണിത്. 1809 ഇതിൻ്റെ പണി തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടണലുകളും ഒരുപാട് എന്താ പറയുക പാലങ്ങളും വുഡൻ പാലങ്ങളൊക്കെ താണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സിനിമയിലും വന്നിട്ടുണ്ട്. ദിൽസയിൽ നമ്മുടെ ചെയ്യ സോങ്ങിൽ വന്നിട്ടുണ്ട്. കിലുക്കം, സമ്മർ ഇൻ ബത്ലഹേം, അതൊക്കെ ഊട്ടി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ലൗഡേലും അതേപോലെ കെട്ടി സ്റ്റേഷനൊക്കെയാണ് കാണിക്കുന്നത്. കൂനൂർ സ്റ്റേഷനൊക്കെ കാണിക്കുന്നത്. ഉദകമണ്ഡലം നമ്മുടെ പ്രോപ്പർ ഊട്ടി സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്നിലും വന്നിട്ടില്ല. ഊട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം കുറച്ചും കൂടെ കാണാൻ രസം ലൗഡേൽ സ്റ്റേഷൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ കെട്ടി രസമാണ് കാണാൻ. അതേപോലെ തന്നെ വെല്ലിംഗ്ടൺ സ്റ്റേഷൻ രസമാണ് കാണാൻ.
ഇതിനെ നമ്മൾ കുറച്ചധികം സ്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഇത് പോകുന്ന വഴിക്ക് നിർത്തുന്നത് കെട്ടി, ലൗഡേൽ, അതേപോലെ എന്താ പറയുക, അരവൻകാട്, അങ്ങനത്തെ കുറച്ച് സ്റ്റേഷനിൽ നിർത്തുന്നുള്ളൂ. അതേപോലെ വെല്ലിംഗ്ടണും അതേപോലത്തെ ചെറിയ ചെറിയ സ്റ്റേഷനൊന്നും ഞാൻ നിർത്തുന്നത് കണ്ടിട്ടില്ല. ജസ്റ്റ് നിർത്തുകയാണെങ്കിൽ തന്നെ ഒരു സെക്കൻഡ് നിർത്തി അപ്പം തന്നെ എടുത്തു പോകും. അതേപോലെ തന്നെ ഭയങ്കര എല്ലാവരും കണ്ടു, എല്ലാവരും ഭയങ്കര വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണിത്. ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ അതേ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഓവർ ഹൈപ്പറായിട്ടാണ് പോയത്. കാരണം പല റീലുകളിലും പല വീഡിയോസിലും ഈ ഒരു ട്രെയിൻ സർവീസിനെ പറ്റി ഞാൻ പറയുന്നത് കണ്ടപ്പോഴേ എന്തായിരിക്കും ഇതിൻ്റെ ഒരു യാത്ര എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ആണ് ഒരു ദിവസം പോകാൻ പറ്റി. ഞാൻ പോയി നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്യുന്നവരോട് എല്ലാവരോടും പറയും, ഊട്ടി പോകുന്നുണ്ടെങ്കിൽ ഈ ടോയ് ട്രെയിനിൽ നിങ്ങൾ കയറണം എന്തായാലും ഒരു ദിവസം. കാരണം അതുപോലത്തെ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും മേട്ടുപ്പാളയത്ത് നമ്മൾ ഊട്ടിയിലേക്ക് വരുമ്പം ട്രെയിൻ കയറിയിട്ടാണ് വരുന്നത്. ഇതിന് ശരിക്കും നമ്മുടെ സാധാരണ ഒരു എന്താ പറയുക, നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ പ്രത്യേകത, 2 റെയിൽ തമ്മിൽ 1.13 മീറ്റർ എന്തുവാണ് ഗ്യാപ്പ് ഉള്ളത്, മീൻസ് ബ്രെഡ്ത്ത്, വീതിയുള്ളത്. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് 1 മീറ്റർ ഉള്ളൂ, കുറച്ചും കൂടി ചെറുതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണ്ട എഞ്ചിനുകളും ബോഗികളും ഒക്കെ വേണം. ഇതിൻ്റെ സർവീസ് ചെയ്യുന്നത് മേട്ടുപ്പാളയത്തും കൂനൂരിൽ നിന്നൊക്കെയാണ്. ഇത് ഹിൽഗ്രോവ് സ്റ്റേഷനിൽ നിർത്തിയതാണ്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ്റെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. 2-3 സ്ഥലത്തൊക്കെ നിർത്തുന്നുണ്ട്. ഇതാണ് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ നടുക്ക് കൂടെ ഈ ഒരു സിസ്റ്റം ഇല്ലാതെ എന്താ പറയുക, നമുക്ക് ഈ ട്രെയിൻ സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം ഒന്നെങ്കിൽ കയറ്റമായിരിക്കും അല്ലെങ്കിൽ ഇറക്കമായിരിക്കും. ഇതുകൊണ്ട് ചെറിയ ഇറക്കമാണിത്. അപ്പോൾ ആ ഇറക്കത്തിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ എഞ്ചിൻ്റെ നടുക്ക് ഇതേപോലത്തെ ഒരു എന്താ പറയുക, ഒരു റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉണ്ടോ. അതിലിങ്ങനെ എന്താ പറയുക, ഒരു സാധാരണ നമ്മൾ പല്ല് കാണാമല്ലോ, അങ്ങനെ പല്ല് പോലെ തന്നെ ക്ലിപ്പ് ചെയ്തിട്ട് അങ്ങനെ കറങ്ങി പോവുക ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, വണ്ടിക്ക് ഇതിന് വലിക്കാനും ഇറക്കാനും ഒന്നും പറ്റില്ല. കാരണം ബോഗി എല്ലാം കൂടെ വന്നിട്ട് ചിലപ്പം ഒരു സ്ഥലത്തും കിടിയും. കാരണം ഇറക്കവും കയറ്റമാണല്ലോ. ഞാൻ പറഞ്ഞു, ബസ്സിൽ നമുക്ക് 2.5 മണിക്കൂർ എടുത്തുള്ളൂ മേട്ടുപ്പാളയത്തു നിന്ന് ഊട്ടിയിലേക്ക്. ഈ ട്രെയിൻ എടുക്കുന്നത് 5.5 മണിക്കൂറാണ്. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് കയറി എത്താൻ വേണ്ടി 5.5 മണിക്കൂർ എടുക്കുന്നത്. ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് ഇറങ്ങാൻ 3.5 മണിക്കൂറും എടുക്കുന്നുണ്ട്. മേട്ടുപ്പാളയത്തിന് തൊട്ട് മുന്നുള്ള സ്റ്റേഷനാണ് കല്ലാർ സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ മേട്ടുപ്പാളയമാണ്. ഒരു 5:15 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കല്ലാറെത്തും. ഈ കൂനൂർ മുതൽ കല്ലാർ വരെയാണ് ശരിക്കും ആ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. ആ രണ്ട് എന്താ പറയുക, റെയിൽ പാളത്തിനിടയിൽ കൂടെ ഞങ്ങളൊരു പല്ല് പോലെ ക്ലിപ്പ് സാധനം കണ്ടില്ലേ, ആ ഒരു സിസ്റ്റം, ആ ഒരു സംവിധാനം വേണ്ടത് കല്ലാർ മുതൽ കൂനൂർ വരെയാണ്. കൂനൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തോട്ടും അത് വേണമെന്നില്ല. എന്താ പറയുക, നമ്മുടെ മേട്ടുപ്പാളയത്ത് നിന്ന് കല്ലാർ വരെ അത് വേണ്ട. അതിനിടയ്ക്കുള്ള എന്താ പറയുക, ആ ഇടയ്ക്കുള്ള യാത്രയിലാണ് നമുക്ക് ഈ സംഭവം വേണ്ടത്. 5:45 ആയപ്പോഴത്തേക്കും നമ്മുടെ മേട്ടുപ്പാളയത്തെത്തി. മേട്ടുപ്പാളയത്ത് നമ്മൾ കാറ് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ അവിടുന്ന് കാറെടുത്ത് നമ്മൾ നാട്ടിലോട്ട് പോയി. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഊട്ടി പോകുന്ന സമയത്ത് ഇത് മിസ് ചെയ്യരുത്. അത്രയ്ക്കും കിടൽ എക്സ്പീരിയൻസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.